ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ മാവ് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിനെ 4 ബോൾസാക്കി മാറ്റണം കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു ക്യാപ്സിക്കം അരിഞ്ഞതും ഒരു സവാള അരിഞ്ഞതും ഒരു ക്യാരറ്റ് അരിഞ്ഞതുമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കന് ബോൺലെസ് പീസ് നോക്കിയിട്ട് കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഇതുപോലെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വാട്ടാനൊന്നും നിൽക്കണ്ട കേട്ടോ. അതായത് ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാനൊന്നും നിൽക്കണ്ട. ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമ്മൾ ബോൾസാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക കേട്ടോ. നല്ല തിന്നായിട്ടുള്ള ഒരു ഷീറ്റാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഓരോ ഷീറ്റും റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. അതിൻ്റെ ബ്രൗൺ പാർട്സൊക്കെ കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ. അതായത് ബ്രൗൺ പാർട്സ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഈ വൈറ്റ് പാർട്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ഷീറ്റിൻ്റെ മുകളിൽ ആദ്യം ഒരു സ്ലൈസ് ബ്രെഡ് വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബ്രെഡ് കൂടി വെക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഒരു ഇതിലെടുക്കാൻ മറന്നുപോയി. ഇതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് കൂടി വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ കേട്ടോ. ബോക്സ് ടൈപ്പിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് വെള്ളം കൊണ്ട് നനച്ചിട്ട് ഇതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നനച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബോക്സ് ടൈപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഉള്ളിൽ 2 ബ്രെഡ് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ എങ്ങനെയോ വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ ഇങ്ങനെ ബോക്സ് ടൈപ്പിലാക്കി എടുത്തിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സ്നാക്കാണ്. ഒരെണ്ണം തന്നെ കഴിച്ചാൽ നമ്മുടെ വയറ് നിറയും കേട്ടോ. അപ്പോൾ കുറച്ചെണ്ണം ഉണ്ടാക്കിയാൽ മതി നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത്. അപ്പോൾ ഈസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്